ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അത് മഴക്കാലം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, സമയം കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ എടുത്തതാണ്. അപ്പോൾ ഇതുണ്ട ഒരു ബാർജ് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ വാട്ടർ മെട്രോക്ക് എപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. ഇവിടെ ഇക്ക വീശിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. എന്തായാലും മീൻ കിട്ടുന്നുണ്ട്, പക്ഷെ ചെറിയ മീനുകളാണ് കൂടുതലും വന്ന് വല കയറിട്ട്. അത് നേരിട്ട് കണ്ടോ. കുഞ്ഞാണല്ലേ. അതുപോലെ നമ്മളെപ്പോഴും ഇവിടെ മീൻ ഇവിടുത്തെ വീഡിയോ ഇടുമ്പോൾ വാട്ടർ മെട്രോ ഓണൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ആളെ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ അതേ വാട്ടർ മെട്രോയിലുണ്ട് ആളിവിടെ. നമ്മുടെ ഫ്രണ്ട് രഞ്ജിത്താ, വാട്ടർ മെട്രോയിൽ വർക്ക് ചെയ്യണം. നമ്മൾ പലപ്പോഴും ഈ വാട്ടർ മെട്രോയിൽ ഈ ഡ്രൈവർമാരൊക്കെ നമുക്ക് തരാറുണ്ട്, പക്ഷേ ഈ കൂട്ടുകാരനെ കിട്ടാറില്ല. ഇന്നാണ് നമുക്ക് രഞ്ജിത്തിനെ കിട്ടിയത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ വീഡിയോയിൽ. എന്തോ ആ ദിവസം കൂടുതലും ചെറിയ മീനുകൾ വന്ന് കയറണമായിരുന്നു. പിലോപ്പിയോ കുറേയൊക്കെ ഞങ്ങൾ റിലീസ് ചെയ്തു. ശരിക്കും പറയാം ആ ദിവസം കണ്ട കൈ വെച്ച് കൈയുടെ കാട്ടി വലുതാണ്. രണ്ട് ചെറുത് കയറിയിട്ടുണ്ട്, അത് നമുക്ക് കളഞ്ഞേക്കാം. വിടാന്ന് വെച്ചാൽ സമ്മതിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ ഫിഷിംഗ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അടുത്ത വാട്ടർ മെട്രോ പോണ കാഴ്ചയുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. മനോജ് പറഞ്ഞൊരു മീൻ ഇട്ട് കൊടുത്താൽ പരുന്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പരുന്ത് വരും, എടുത്തുകൊണ്ട് പറ്റില്ല. ചെറുതാണല്ലേ കൂടുതൽ. കളഞ്ഞോ. അവിടെ നിന്ന് കൂട്ടത്തോടെ മീൻ മനുണ്ടെന്ന് കൊണ്ടതാണ്. നമുക്ക് കണ്ട നേർക്കാക്ക ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. എന്തോരോട് ഇപ്പം ഇതിൻ്റെ അകത്താണ് മനസ്സിലായത് വിഷയം. അല്ലാണ്ട് നേരിട്ട് നോക്കുമ്പോൾ അത്ര കാണില്ല. എല്ലാം കൂടി മുങ്ങോലെ കിടക്ക്. എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ ഈ മനോഹര കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനോജ് പറഞ്ഞൊരു മീനിട്ട് കൊടുക്കുക, ചിലപ്പോൾ പരുന്ത് വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നോക്കിയപ്പോഴും കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ ഞാനൊരു മീനിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മീനെ എടുത്തുകൊണ്ട് പരുന്തിന് കൊടുക്കാൻ പോണേ കേട്ടോ. എൻ്റെ പരുന്ത് ആദ്യം റാഞ്ചിയപ്പോൾ കിട്ടിയില്ല, എടുത്ത് കയ്യിൽ നിന്ന് പോയി. കാണിച്ചു തരാം. രണ്ടെണ്ണി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, നോക്കട്ടെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. എവിടെ ഇടണം? ഇവിടെ ഇട്ടാൽ പോരെ ഈ ഇതിൽ. അവനുണ്ട് പോനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് രസം എന്താണെന്ന് വെച്ചാൽ ആള് എടുത്തിട്ട് അപ്പം തന്നെ കയ്യിൽ നിന്ന് പോയി. കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ മീൻ അവിടെ നിന്ന് മാറ്റി അടുത്ത സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? ഇതാണ് കയ്യിൽ നിന്ന് പോയത്. സ്ലോ ആക്കിയിട്ട് കാണിച്ചതാണ്, സ്ലോ മോഷൻ. ഇതുണ്ടതേ കാക്കകൾ വന്നു. കാക്കകളുടെ തൊട്ടടുത്ത് ആ മീൻ കിടക്കുന്നുണ്ട്. ആ പുല്ലിൻ്റെ ഇടയിലേക്ക് വീണിയാൻ എറിഞ്ഞപ്പോഴേ എവിടെയാണെന്നുള്ള മണം പിടിച്ചിട്ട് അറിയില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കൊക്ക് വന്ന്. കൊക്കും കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ മീനിൻ്റെ മണമൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരനും കിട്ടിയില്ല. ലാസ്റ്റ് ഈ കാക്കകൾ ഈ മീനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ മീനെ കൊത്തിയെടുക്കണവരെ ആ പരുന്ത് അവിടെ നോക്കിയിരുന്നു വെച്ച് കൊത്തിയെടുത്ത് ആ മീനെ മേളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെയ്ത പരിപാടി നോക്കിക്കോട്ടാ. അത്ര നേരം വേണ്ടെന്നും പറഞ്ഞിരുന്ന പരുന്ത് ഇതേ നോക്കിക്കോട്ടാ. അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ തീറ്റ പോയെന്ന് മനസ്സിലായി. ഇതേ കാക്കകൾ പറഞ്ഞു എന്താണ് മറ്റേ വന്ന് റാഞ്ചിക്കൊണ്ട് എടാ അവൻ വലിയ സാധനമുള്ള റാഞ്ചിക്കൊണ്ട് അവനാ കാക്ക എടുക്കണേ. അത് നോക്കി നിന്നിട്ട് കാക്ക എടുത്ത് കഴിയുമ്പോൾ പണി നടത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. നമുക്ക് കുറേ താറാവുകൾ കാലിട്ട് അടിക്കുന്ന സീൻ കണ്ട അടിപൊളിയില്ലേ. നെക്സ്റ്റ് വീഡിയോ കാണാം.